തീർച്ചയായും ഏറ്റവും മനോഹരമായുള്ള ഒരു കാഴ്ചകൾ കൂടിയാണ്. എന്തായാലും ഈ കലാകാരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു നിമിഷമാണ്. കാരണം അമ്മ വലം വെക്കുന്ന ആ ഒരു സമയത്ത് അമ്മയുടെ മുന്നിലേക്ക് ഈ ഒരു സംഗീതം കഴിയുക എന്നുള്ള ഒരു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷത്തിലേക്ക്, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഈ ക്ഷേത്ര സന്നിധിയെ ഒന്നാകെ എത്തിച്ചുകൊണ്ടുള്ളതാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പുണ്യമായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും പരിപാവനമായ ആ ഒരു ചടങ്ങുകൾ തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ ഇനി പ്രധാനമായും നടക്കാനുള്ളത്. തീർച്ചയായിട്ടും മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഈ മൂന്ന് ദേവിമാരുടെയും ഐക്യരൂപമാണ് മൂകാംബികയിലുള്ളത്. ആ ഒരു ദേവിയെ കാണാനാണ് ഭക്തരെല്ലാവരും ഈ കാത്തു നിൽക്കുന്നതും അവരുടെ വിഷമതകളും അല്ലെങ്കിൽ സങ്കടങ്ങളും എല്ലാം ഭക്തിയോടുകൂടി ദേവിയോട് പറയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വയംഭൂലിംഗത്തിൽ സ്വർണ്ണരേഖയായി ദേവിയുടെ ഈ മൂന്ന് ഭാവങ്ങളും സന്നിധമായിരിക്കുന്ന ഒരിടമാണ് മൂകാംബിക എന്ന് പറയുന്നത്. നവരാത്രിയുടെ ഓരോ ദിവസവും ദേവിയെ ഓരോ ഭാവത്തിൽ ആരാധിക്കുന്ന മൂകാംബികയുടെ മണ്ണിലേക്ക് ഭക്തലക്ഷങ്ങളാണ് ഓടിയെത്തുന്നത്. ഇപ്പം നമുക്ക് കാണാം, ദേവി പല്ലക്കിൽ എഴുന്നള്ളുന്ന കാഴ്ചയാണ് ശിവലിയുടെ ഭാഗമായി നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ദേവി പല്ലക്കിൽ ക്ഷേത്രം ചുറ്റുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. എന്തായാലും ആ ഒരു ദേവിക്ക് പിന്നിലായി നാമമന്ത്ര ജപത്തോടെ, സരസ്വതി സ്തുതികളോടെ ഇങ്ങനെ പോകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ, നൂറുകണക്കിന് ആളുകളുടെ ആ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അമ്മയെ സംബന്ധിച്ചോളം അമ്മയുടെ ഈ ഒരു മണ്ണിലേക്ക് എത്തുക എന്നത് പുണ്യ സമയമായി, അല്ലെങ്കിൽ ആ ഏറ്റവും പരിപാവനമായ ഒരു സമയത്തേക്ക് തന്നെയാണ് എന്തായാലും കഴിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അമ്മയ്ക്ക് മുന്നിലേക്ക് ആ ഒരു നിർത്താർച്ചന അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടോ. അതെ അതെ അതെ. എല്ലാ വർഷവും പിന്നെ 10 വർഷമായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് അമൃതകലാക്ഷേത്ര കൂത്തുപറമ്പ് അമൃതകലാക്ഷേത്രം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും തുറന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകുന്നു. അമ്മയ്ക്ക് മുന്നിൽ നൃത്തം ചെയ്യാൻ വലിയൊരു ഭാഗ്യമാണ് ലഭിച്ചത്. എങ്ങനെയാണ് അതിനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്? നല്ല സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ്? കൂത്തുപറമ്പ്. വളരെ വികാരാതീതമായിട്ടാണ് കാണുന്നത്. എന്താണ്, അത്രത്തോളം ഒരു വൈകാരികമാണോ ഈ ഒരു അനുഭവം? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അമ്മയുടെ മുമ്പിൽ ചെയ്യാൻ പറ്റിയാൽ. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു അമ്മയുടെ മുന്നിലേക്ക് ഒരു നിമിഷം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ. പക്ഷേ അമ്മ ഈ ശിവയിലേക്ക് ഇങ്ങനെ എഴുന്നള്ളി വരുന്ന ആ ഒരു സമയത്ത് അമ്മയുടെ മുന്നിലേക്ക് ഈ ഒരു നൃത്താർച്ചന സമർപ്പിക്കുക, അത് ജന്മത്തിലെ ഒരു വലിയ ഭാഗ്യമായി തന്നെ അങ്ങയുടെ മുഖം കാണുമ്പോൾ അറിയാം നമുക്ക് ആ ഒരു നിർവൃതി എത്രത്തോളമാണ് എന്നുള്ള കാര്യം അറിയാം. നിഷ്ഠയോടുകൂടിയിട്ട് അവർ നൃത്തം ചെയ്യുന്നതാണ്. അത് ആ ഒരു നൃത്തത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സരസ്വതി ക്ഷേത്രം എന്നാണ് പറയാം. ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ കാണുന്ന ഈ ബിൽഡിംഗ് അല്ല, അതിനപ്പുറം താന്ത്രിക ചൈതന്യം ഉള്ളൊരു ക്ഷേത്രമാണ്. അതായത് ശ്രീചക്രബിന്ദു, സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് ഉണ്ട്. ഇതിൻ്റെ ശ്രീചക്രത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഗോകർണം വരെ വ്യാപിച്ച് കിടക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയും താന്ത്രിക ചൈതന്യമുള്ളൊരു ക്ഷേത്രം. അവിടെ പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള ഏറ്റവും എന്താ പറയുക, കലാപരമായിട്ടുള്ള ഏറ്റവും പിന്നെ ഉയർന്നൊരു തലമാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു നർത്തകിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സരസ്വതി മണ്ഡപത്തിൽ നൃത്തം ചെയ്യാം. അപ്പം അമ്മയുടെ മുന്നിൽ തന്നെ ഈ പിന്നെ ശ്രീവേലി വരുന്ന സമയത്ത് അമ്മയുടെ മുന്നിൽ തന്നെ ഇങ്ങനെ നൃത്താർച്ചന ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യം. കുട്ടികളെയൊക്കെ ഭാഗ്യം തന്നെ. പിന്നെ പ്രത്യേകിച്ചു അത് തന്നെയാണ് വാക്കുകളിൽ തന്നെ അതൊക്കെ തന്നെ പ്രകടമാണ്. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോഴും അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ട് കാണാനുണ്ട്. അപ്പൊ അത്രത്തോളം അവരെ അത് അത്രത്തോളം സന്തോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്രത്തോളം ഒരു അനുഭൂതി അവർക്ക് പകർന്നു നൽകുന്നു എന്ന് തന്നെയല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു താന്ത്രിക പൂജ ചെയ്യുന്നത് പോലെ തന്നെയാണല്ലോ നൃത്താർച്ചന. ഇപ്പോൾ വലിയ വലിയ ആൾക്കാർ, ഇപ്പം നമ്മളായിട്ടുള്ള സൃഷ്ടിയല്ലല്ലോ ഇത്. സംഗീതം, നൃത്തം എന്നൊക്കെ പറയുന്നത് പണ്ട് കാലാകാലങ്ങളായിട്ട് സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നു. നമ്മളേതായിട്ടുള്ള ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കല എന്ന് പറയുന്നത് അഭ്യസിക്കുക, അത് ഇത്തരം കേന്ദ്രങ്ങളിൽ, ഇത്തരം ശക്തിധാമങ്ങളിൽ എന്ന് പറയും. അപ്പോൾ പിന്നെ അമ്മയുടെ മുന്നിൽ അർച്ചന ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അപൂർണത എത്തിയല്ലോ. അപ്പോൾ അതിൽ അപ്പുറം പിന്നെ വേറൊരു സൗഭാഗ്യം ആ കുട്ടികളിലും ഇല്ല, നമുക്കാർക്കും ഇല്ല.
അപ്പോൾ അതിൽ അമ്മയെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരുപാട് പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഈ ഒരു നിമിഷം അത് അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം നേരത്തെ നമ്മൾ ആ തുടങ്ങിയ ഒരു സമയത്ത് എന്തായാലും ആ ചടങ്ങ് ശിവേലി ചടങ്ങുകളൊക്കെ തന്നെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുക ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാൻ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ആ മനസ്സിന് ഉള്ളിലേക്ക് അമ്മയിലേക്ക് സർവ്വതും സമർപ്പിച്ച ശേഷമാണ് ഓരോ ഭക്തനും ഈ ഒരു മണ്ണിലേക്ക് എത്തുക. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അമ്മ നോക്കിക്കോളും. തീർച്ചയായിട്ടും അമ്മയെ തൊഴുതു നിൽക്കുന്ന ഭക്തരെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അമ്മയെ കണ്ട ഒരു സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു നിർവൃതിയിലാണ് അമ്മയെ ദർശിച്ചതിന്റെ നിർവൃതിയിൽ, പ്രത്യേകിച്ച് ഈ നവരാത്രി നാളുകളിൽ അമ്മയെ കാണാൻ സാധിച്ചു എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യം അവരെല്ലാവരും തേടിയെത്തി എന്നുള്ളത് കൂടിയാണ്. എന്തായാലും ഈ രാവിലത്തെ ശിവേലി ചടങ്ങുകൾ അത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വലിയ ഒരു രീതിയിലേക്കുള്ള വലിയ ഒരു തിരക്കിലേക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ എത്തുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും നിമിഷങ്ങളിലുമൊക്കെ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെ ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മലയാളികളടക്കമുള്ള ഒരു തീർത്ഥാടകരുടെ ഭക്തരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഉണ്ടാകും. എന്തായാലും നേരത്തെ ഇവിടെ എത്തിയ ഓരോ ഭക്തരും പറഞ്ഞ പോലെ തന്നെ നാളെ നടക്കുന്ന ആ ഒരു രഥോത്സവം, ആ രഥോത്സവം കാണുക, അതോടൊപ്പം തന്നെ വിജയദശമി നാളിൽ അമ്മയുടെ തിരുമുന്നിലേക്ക് എത്തുക, അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക, ഈ ഒരു മണ്ണിൽ നിൽക്കുക, ആ ഒരു ജന്മസുഹൃതം എന്നുള്ള ആ ഒരു നിയോഗവുമായി എത്തിയ ഒരുപാട് ആളുകൾ ഈ ദൃശ്യങ്ങളിലൊക്കെ എല്ലാ തന്നെ മാസവും ഇവിടെ എത്തുന്നുണ്ട് എങ്കിലും നവരാത്രി സമയത്ത് എത്തുക എന്ന് പറയുന്നത് അതിലും വലിയൊരു പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ. ഇവിടെ വന്നില്ലെങ്കിൽ പോലും അമ്മയെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, അമ്മയെ ഒന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹവും അല്ലെങ്കിൽ അമ്മയുടെ ആശീർവാദവും എല്ലാം എല്ലാ ഭക്തരിലേക്കും എത്തിച്ചേരും എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം ഇവിടുത്തെ ഭക്തർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഭക്തർ അമ്മയെ കാണാൻ ക്യൂവിൽ നിൽക്കുന്നവരുണ്ട്. ശിവേലി ദർശിച്ചതിന് സന്തോഷത്തിൽ നിൽക്കുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഭക്തി സാന്ദ്രമാണ് മൂകാംബിക എന്നത്തെയും പോലെ തന്നെ. തീർച്ചയായും തിരക്കുകൾ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും എന്തായാലും എല്ലാ ഇടങ്ങളിലും അങ്ങനെ അമ്മയുടെ ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും മണിക്കൂറുകളായി ഇങ്ങനെ ഭക്തരൊക്കെ തന്നെ ഈ ഒരു വരികളിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ ഒന്നാകെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ്. എന്തായാലും മണിക്കൂറുകൾ ഇങ്ങനെ വരി നിന്നാൽ മാത്രമേ അമ്മയെ ദർശിക്കാനുള്ള ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു നിയോഗത്തിലേക്കൊക്കെ തന്നെ എത്തുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലുമൊക്കെ തന്നെ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ്. നമുക്ക് ഇവിടെ വന്നവരുടെ പ്രതികരണങ്ങൾ തന്നെ. ചേച്ചി എവിടെന്നാ വരുന്നത്? ഞങ്ങൾ മഞ്ചേരി, മലപ്പുറം ജില്ലയിലെ. നവരാത്രിയായിട്ട് അമ്മയെ കാണാൻ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എങ്ങനെയാണ്? അനുഭൂതി നമുക്ക് ഏറ്റവും സന്തോഷമാണ് കാണുമ്പോൾ ഉള്ളത്. കുറേ നേരം ക്യൂ നിന്നാലും അതൊരു വലിയ അനുഭവം തന്നെയാണ് പുറത്തേക്ക് വരുമ്പോൾ. പിന്നെ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഉത്സവം ഒക്കെ കണ്ടിട്ടാണോ മടക്കം? അതെ, ഇന്ന് മടങ്ങും. ഇന്ന് ഉച്ചയ്ക്ക് മടങ്ങും. എങ്ങനെയാണ് മോൾക്ക് ഇപ്പൊ ഇവിടെ മൂകാംബികാ ദേവിയുടെ സന്നിധിയിലേക്ക് എത്താൻ സാധിക്കുക? പ്രത്യേകിച്ച് ഈ വിജയദശമിയുമായി ബന്ധപ്പെട്ട് വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഏറ്റവും വലിയ സരസ്വതി ക്ഷേത്രമാണ്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? നല്ല സന്തോഷമുണ്ട് ഇവിടെ വന്നത്. ലീവല്ലേ, അപ്പം വെക്കേഷൻ ആയിട്ടാണോ മൂകാംബികയിലേക്ക് വരുന്നത്? ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ്. ഈ ഒരു സമയത്ത് ഇവിടെ എത്താൻ കഴിയത് അമ്മൻ്റെ ഒരു അനുഗ്രഹമാണ്. അരുൺ, എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ്, ഇവിടെ എത്താൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. അതിൽ ഈ ഒരു സമയത്ത് ഇവിടെ എത്താൻ പറ്റിയത്. ആദ്യമായിട്ടാണോ മൂകാംബികയിലേക്ക് എത്തുന്നത്? അമ്മയെ കാണാൻ എത്തുമ്പോൾ എന്താ സന്തോഷമുണ്ടോ? പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചിരിക്കുകയാണോ? അതുകൊണ്ട് സന്തോഷമാണോ? 2 ദിവസം പഠിക്കാതിരിക്കേണ്ടതിന്റെ സന്തോഷമാണോ? ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? എങ്ങനെയാണ്? രണ്ടാമത്തെ പ്രാവശ്യം. ഈ ഒരു നവരാത്രി കാലത്ത് അമ്മയെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അതൊരു വലിയ ഭാഗ്യമാണെന്ന് പറയാം.
തീർച്ചയായിട്ടും ഭക്തരെല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അമ്മയെ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അമ്മയെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്ന് തന്നെയാണ് അരുൺ ഓരോ ഭക്തരും പറയുന്നത്. കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ എങ്ങനെയാണ് പോയതെന്ന് നമുക്കറിയത്തില്ല. അത്ര ഒരു ആത്മീയമായ അനുഭൂതി നൽകുന്ന ഒരു സന്നിധിയിലേക്കാണ് നമ്മൾ എത്തിയിരുന്നത്. എന്തായാലും ആ ഒരു വിവരങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് ഇനി മടങ്ങി വരേണ്ടതുണ്ട്. എന്തായാലും